ഗുരുവായൂർ പോകുമ്പോൾ അവിടുത്തെ ഐതിഹ്യങ്ങളെല്ലാം അറിഞ്ഞു തന്നെ വേണം പോകാൻ. അങ്ങനെയാണെങ്കിൽ ആ യാത്ര ഭക്തിപൂർണമായ ഒരു തീർത്ഥാടനമായി മാറും. മഞ്ജുലാലിന്റെയും മരപ്പുറവിന്റെയും പൂന്താനത്തിന്റെയും മട്ടതിരുടെയും കൂറൂരമ്മയുടെയും പിന്നെ അവിടുത്തെ കരിങ്കലാത്താനയുടെയും കഥ അറിഞ്ഞു തന്നെ ഭഗവാന്റെ തൊഴയണം. ഗുരുവായൂരിലെ ഭഗവാന്റെ തീർത്ഥകുളത്തിന് വടക്കുവശത്ത് ഒരു കരിങ്കലാത്താനുണ്ട്. ഈ കരിങ്കലാത്താണിക്ക് പിന്നിൽ ഭഗവാന്റെ തന്റെ ഭക്തനുമേൽ ചൊരിഞ്ഞ കരുണാകടാക്ഷത്തിന്റെ ഒരു കഥയുണ്ട്. പണ്ടുകാലങ്ങളിൽ ഭാരവുമായി യാത്ര ചെയ്യുന്നവർക്ക് ഭാരം ഇറക്കി വെച്ച് വിശ്രമിക്കാനുള്ള ഒരു ഇടമാണ് ഇത്തരം കരിങ്കലാത്താനുകൾ. ഇവിടെ ഈ കരിങ്കലാത്താനുടെ നേരെ മുമ്പിലായി ഒരു നമ്പീശന്റെ വീടുണ്ടായിരുന്നു. ഇപ്പോഴുമുണ്ട്. പണ്ട് അവിടെ ഉണ്ടായിരുന്ന ആ നമ്പീശൻ ഗുരുവായൂരപ്പന്റെ തികഞ്ഞൊരു ഭക്തനായിരുന്നു. അദ്ദേഹം ഗുരുവായൂരിലെ വിശ്വസ്തനായ കാര്യസ്ഥനുമായിരുന്നു. പാട്ടക്കാരായ കൃഷിക്കാരിൽ നിന്നും ഒരു നെന്മണി പോലും കുറയാതെ കൃത്യമായി പാട്ട നെൽഭരിച്ച് ഇയാൾ ഗുരുവായൂരപ്പന്റെ കലവറയിൽ നിറയ്ക്കുമായിരുന്നു. വിട്ടുവീഴ്ചയില്ലാത്ത ഈ മനോഭാവം കാരണം ഈ നമ്പീശന് ധാരാളം ശത്രുക്കളുണ്ടായിരുന്നു. ഒരു ഉത്സവകാലത്ത് ഭഗവാന്റെ ആറാട്ട ദിവസം ഭഗവാൻ ഗ്രാമചുരുന്നൊരു പതിവുണ്ട്. ഗുരുവായൂരപ്പൻ തന്റെ ഭക്തന്മാരുടെ ക്ഷേമം അന്വേഷിക്കാനാണ് ഇങ്ങനെ എഴുന്നള്ളത്ത് നടത്തുന്നത്. അങ്ങനെ ഭഗവാന്റെ ആറാട്ട് എഴുന്നള്ളി കൊടുക്കുന്ന ഈ സമയത്ത് നമ്പീശനെ ആരോ അപായപ്പെടുത്തി ക്ഷേത്രകുളത്തിന്റെ കുളപ്പരിയിൽ കൊന്നിട്ടിരിക്കുന്നു. ക്ഷേത്രകുളം അശുദ്ധപ്പെട്ടു. ആ ഭാഗത്ത് ഇനി ആറാട്ട് പറ്റില്ല. ഭഗവാന്റെ ആറാട്ട് നടന്നേ തീരൂ. ആറാട്ട് തെക്കേ കുളപ്പുരയിലാക്കി. പക്ഷെ സർവ്വ പറയുന്ന ഭഗവാന് കാര്യം മനസ്സിലായി. ആറാട്ട് എഴുന്നള്ളിപ്പ് അത്താണിയോട് അടുത്തപ്പോൾ എഴുന്നള്ളിച്ചുകൊണ്ടിരുന്ന ആന അസ്വസ്ഥതകൾ കാട്ടി തുടങ്ങി. ആന ഒരടി പോലും മുന്നോട്ട് നീങ്ങുന്നില്ല. ആനയുടെ കണ്ണിൽ നിന്നും ധാരധാരയായ കണ്ണീർ ഒഴുകി. ആ സമയത്ത് ആരോ ഒരാൾ ഓടി വന്ന് ഉറക്കെ പറഞ്ഞു, ഇനി നമ്പീശന്റെ കുടുംബകാര്യങ്ങൾ ഗുരുവായൂരപ്പൻ നോക്കിക്കൊള്ളുന്നു. അത് സാക്ഷാൽ ഗുരുവായൂരപ്പൻ അജ്ഞാതനിലൂടെ പറയിച്ചതാണ് ഈ കാര്യം. ഇന്നും അതേപോലെ തുടരുന്നു. ഇന്നും ഗുരുവായൂരപ്പന്റെ ആറാട്ട് എഴുന്നള്ളിപ്പ് ഈ അത്താണിയോട് അടുക്കുമ്പോൾ കൊട്ടും വാദ്യവും എല്ലാം നിർത്തി ചോദിക്കും, ഇവിടെ നമ്പീശന്റെ കുടുംബത്തിൽ ആർക്കെങ്കിലും ദുഃഖമുണ്ടോ എന്ന്. നമ്പീശന്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്ന് ഇവിടെ ഉറക്കെ പറയണം ദുഃഖമില്ല എന്ന്. എന്നാലേ ഭഗവാന്റെ ആറാട്ട് എഴുന്നള്ളിപ്പ് മുന്നോട്ട് നീങ്ങുള്ളൂ. അതാണ് ഗുരുവായൂരപ്പന് തന്റെ ഭക്തനോടുള്ള വാത്സല്യം. കരുണാകടലായ ഭഗവാന്റെ തിരുമുൻപിൽ പോയി ഇതുവരെയൊന്നും തൊഴാൻ കഴിയാത്ത സകല ഗുരുവായൂരപ്പ ഭക്തന്മാർക്കും വേണ്ടി GPS മീഡിയ അകമഴിഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ.